ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹീറോ ഹോണ്ട ഗ്ലാമർ വണ്ടി ടെസ്റ്റ് വർക്കും അതോടനുബന്ധിച്ച് പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ പെയിൻറ്റിങ് ആയിരുന്നു. അതേപോലെ തന്നെ അത്യാവശ്യം മെയിൻ്റനൻസുകൾ ഉണ്ടായിരുന്നു. അതായത് വയറിംഗ് കിറ്റ് കംപ്ലയിൻറ്റ്, അങ്ങനെ കുറച്ചധികം പാർട്സുകൾ നമുക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 23,000-23,500 രൂപയൊക്കെ എസ്റ്റിമേറ്റ് ഇട്ടിട്ടാണ് വണ്ടി വർക്കിന് കയറിയായിരുന്നത്. പക്ഷേ നമുക്ക് അഡീഷണൽ കുറച്ച് പാർട്സുകൾ വേറെ അഡീഷണലായിട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ നമുക്ക് ഒരു 27,500 28,000 രൂപ അടുത്ത് മൊത്തത്തിൽ നമുക്ക് കോസ്റ്റ് പ്രതീക്ഷിക്കാം. അതനുസരിച്ചുള്ള പാർട്സുകൾ നമുക്ക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ചെയ്ത വർക്കിൻ്റെ ഏകദേശം ഒരു ഡീറ്റെയിൽസ് ജസ്റ്റ് പറയാം. മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള കുറച്ച് പാർട്സുകൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, സ്പെയർ പാർട്സുകൾ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറ്റൊക്കെ മാറ്റി നമ്മൾ പുതിയ സ്പോക്കറ്റായിട്ടാണ്. ബ്രേക്ക് ലൈൻഡറൊക്കെ നല്ല ലൈൻഡറാണ്. അപ്പോൾ അത് ബ്രേക്ക് ലൈൻഡർ അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് അതൊക്കെ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്തത്. എഞ്ചിൻ സംബന്ധമായിട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻസുകളൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ മാറ്റിയിട്ട് ആണ് റീസെറ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഈ കേസിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്റ്റാർട്ടർ കോയിൽ എന്നൊരു ഐറ്റം തന്നെ ഉണ്ട്. അത് എനിക്ക് മുമ്പ് കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളത് കൂട്ടത്തിൽ അതുകൂടി മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വയറിംഗ് കിറ്റ് മാറ്റിയിട്ടുണ്ട്. വയറിംഗ് കിറ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്തതാണ്. റെക്ടിഫയർ റെഗുലേറ്റർ, അത് ബാക്ക് സൈഡിൽ വന്നാണ് ലൊക്കേഷൻ വന്നത്, നമുക്ക് ബാക്ക് ഈ ഭാഗത്തായിട്ട് വന്നതാണ് റെഗുലേറ്റർ എന്ന് പറയുന്ന യൂണിറ്റ്. അത് കംപ്ലയിൻ്റ് ആയിരുന്നു, അത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പീഡോമീറ്റർ ഒക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഈ മോഡൽ വണ്ടി ഹീറോ ഹോണ്ടയുടെ ഗ്ലാമർ, ഈ മോഡൽ ഗ്ലാമറിൻ്റെ പാർട്സുകൾ അവൈലബിൾ അല്ല. ഒട്ടുമിക്ക പാർട്സുകളും കമ്പനി പ്രൊഡക്ഷൻ നിർത്തിയാണായിട്ടാണ്. അപ്പോൾ അത് നമ്മൾ പുറമെ ലോക്കൽ പർച്ചേസിംഗ് ആണ് കുറച്ച് ഐറ്റംസ് ചെയ്താണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ പറയാം ജസ്റ്റ്. അത് നമുക്കതിൻ്റെ ഇപ്പോൾ മീറ്ററൊക്കെ നമ്മൾ ഇപ്പോൾ മീറ്റർ മെക്കാനിസം മാത്രമായിട്ട് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്യൂലിൻ്റെയും മീറ്റർ വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ അത് രണ്ടും മാറ്റി പുതിയത് സെറ്റ് ചെയ്തതാണ്. അതേപോലെ ഈ മുകളിൽ തന്നെ ഈ കേസ് പുതിയ കേസ് ഇട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ ഹെഡ് ലൈറ്റിൻ്റെ ബ്രാക്കറ്റ്, ഉള്ളിൽ തന്നെ ബ്രാക്കറ്റ് വെൽഡിംഗ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, അത് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്, പുതിയതിട്ടുണ്ട്. ടാങ്കിനകത്ത് ഫ്യൂവലിൻ്റെ ഫ്ലോട്ട്, അത് പെട്രോളിൻ്റെ റീഡിങ് കാണിക്കാൻ സഹായിക്കുന്ന ഒരു ഫ്ലോട്ട് യൂണിറ്റ് ഉണ്ടായിരുന്നു, അത് മാറ്റി പുതിയത് വെച്ചാണ്. അതേപോലെ തന്നെ സെൽഫിൻ്റെ മോട്ടർ കംപ്ലയിൻ്റ് ആയിരുന്നു, നമ്മൾ മാറ്റുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കൂട്ടത്തിൽ കൂടെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ, നമുക്ക് ഡാമേജുള്ള ഭാഗങ്ങളെല്ലാം തന്നെ മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്തത്. ഇതതിൻ്റെ മാറ്റിയേക്കുന്ന പാർട്സുകളാണ് കേട്ടോ. അതിൻ്റെ എന്ന് വെച്ചാൽ ബാക്കിലത്തെ ടൈലൈറ്റ് അസംബ്ലി, ബ്രേക്ക് ലൈറ്റിൻ്റെ ഗ്ലാസ്സൊക്കെ ഫേഡായി പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് പുതിയതായിട്ടാണ്. അതേപോലെ ഇൻഡിക്കേറ്ററുകൾ 4 ഇൻഡിക്കേറ്ററും മാറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ കളർ ഫേഡാണ്. കാരണം നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ട് ഇതുമേക്ക് ഈ കളർ കയറുമ്പോഴത്തേക്കുള്ള പ്രോബ്ലം ആണ്. ഇത്രയും ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പുതിയത് വെച്ചാണ് ഇത്രയും ഡിഫറൻസ് കാണിക്കുക, കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്നത്. തന്നെയല്ല നമുക്ക് ഈ മോഡലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇനി അങ്ങടേക്ക് ഈ മോഡൽ ആയിട്ടാണ് കിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ബാക്കിയത്തെ കമ്പനി പ്രൊഡക്ഷൻ ഓൾറെഡി നിർത്തി. പഴയ മോഡൽ ഗ്ലാമർ മോഡൽ വണ്ടികളുടെ പാർട്സുകളൊക്കെ നിർത്തിയേക്കാണ്. അതായത് ഹീറോ ഹോണ്ട ആയിരുന്ന എല്ലാ വണ്ടികളുടെയും പാർട്സുകൾ പതുക്കെ നിർത്തി വരാം. അപ്പോൾ ഇതിൻ്റെ ഒട്ടുമിക്ക പാർട്സുകൾ നിർത്തിയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറ്റിപ്പോൾ പുതിയ ലേറ്റസ്റ്റ്, അത് കഴിഞ്ഞിട്ടുള്ള ഗ്ലാമറിൻ്റെ ലേറ്റസ്റ്റ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്ന ഡിജിറ്റൽ മോഡൽ വണ്ടികളുടെ ഇൻഡിക്കേറ്ററിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ്. പിന്നെ അതിൻ്റെ സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണ്. സെൽഫ് മോട്ടർ കംപ്ലയിൻ്റ് ആയിരുന്നു, അതായിരിക്കും മുമ്പേ നമ്മൾ പറഞ്ഞു പറ്റാണ്. അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ അത് മാറ്റിയിട്ടുണ്ട്. ഇതാണ് റെഗുലേറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് കേട്ടോ. റെഗുലേറ്റർ യൂണിറ്റ് മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ ഇതേപോലെ മെക്കാനിസമാണ് വന്നതാണ്. കളർ ചേഞ്ച് ഉണ്ട്, പക്ഷേ നമുക്ക് ഈ രീതിയിലാണ് സെറ്റ് ചെയ്തത്. അതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ട്രിപ്പ് മീറ്റർ വർക്കിംഗ് ആവില്ല. കാരണം ആ മോഡലിൽ ട്രിപ്പ് മീറ്റർ സെറ്റ് ആവില്ല. മീറ്റർ വർക്കിംഗ് കഴിയും, നമുക്കതിനകത്ത് ട്രിപ്പ് ചെയ്തിട്ട് ഇതേപോലെ സീറോ ആക്കാനായിട്ട് സാധിക്കില്ല. കാരണം അതിൻ്റെ നോബ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീറ്ററിനകത്തേക്ക് ഇറങ്ങാത്തൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രിപ്പ് മീറ്റർ വർക്കാവില്ല, കിലോമീറ്ററൊക്കെ കൃത്യമായിട്ട് കാണിക്കും. അതേപോലെ തന്നെ മീറ്ററിൻ്റെ ഫ്യൂൽ മീറ്ററിൻ്റെ മെക്കാനിസം യൂണിറ്റാണത്, അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് ആ എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ കോയിൽ സെറ്റ്. അതിക്ക് മുമ്പ് സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പോൾ തൽക്കാലം നമ്മളതിൻ്റെ പൾസർ കോയിലൊക്കെ വേറെ സെക്കൻഡ് അറേഞ്ച് ചെയ്തിട്ടൊക്കെ കയറ്റിയിട്ടായിരുന്നു. അത് നമ്മൾ ഫുൾ സെറ്റ് മാറ്റി പുതിയ കമ്പനിയായിട്ട് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ടൈലറ്റിൻ്റെ ഇത് ഫ്രണ്ടിൽ തന്നെ വൈസർ യൂണിറ്റൊക്കെ അടിഭാഗം പൊട്ടിയിട്ടുണ്ടായിരുന്നു, അതപ്പോൾ സെറ്റപ്പ് അടി മാറ്റിയിട്ടുണ്ട്. ടാങ്ക് കവർ, സീറ്റ് കവർ, ചെയിൻ സ്പോക്കിൻ്റെ ഭാഗമാണത്. നമ്പർ പ്ലേറ്റ് പുതിയത് പഞ്ചിങ് മോഡലിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഹെഡ്ലൈറ്റ് ബ്രാക്കറ്റ്. ഹെഡ്ലൈറ്റ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ അടിഭാഗമൊക്കെ തുരുമ്പിട്ട് വിട്ടുപോയേക്കാണ്, അതിൻ്റെ ഉള്ളിൽ പിടിപ്പിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ്. അതുകൊണ്ടാണ് നമുക്കത് മാറ്റിയിട്ട് വന്നത് കേട്ടോ. പിന്നെ കേബിൾ ഐറ്റംസ്, ക്ലച്ച് കേബിൾ, ബ്രേക്കിൻ്റെ ചെയിനിൻ്റെ ആക്സിലേറ്റർ, അതെല്ലാം മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്തത്. പിന്നെ ഉള്ളതാണ് ഈ വയറിംഗ് കിറ്റ് യൂണിറ്റും നമ്മൾ ഇതേപോലെ ഫുൾ സെറ്റായിട്ട് മാറ്റുന്നത്. കാരണം അത് ഷോർട്ടിംഗ് ആയിട്ട് നമ്മൾ കുറേ നേരം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിപ്പയറിങ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ കൂട്ടത്തിക്കടെ അതുകൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ടാങ്കിനകത്ത് തന്നെ ഫ്യൂവലിൻ്റെ ഫ്ലോട്ട് യൂണിറ്റാണ്. ഇതിൻ്റെ ആ വേരിയേഷൻ അനുസരിച്ചിട്ടാണ് മീറ്ററിനകത്ത് അതിൻ്റെ റീഡിങ് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിക്കടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മാറ്റിയേക്കണ വണ്ടിക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വന്ന പാർട്സുകളാണ് കേട്ടോ. അത് അത്യാവശ്യം അതൊക്കെ മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളും. അപ്പോൾ ഏകദേശം ചെയ്തേക്കുന്ന വർക്കിൻ്റെ ഏകദേശം ഒരു ഐഡിയ ആണ് ജസ്റ്റ് ഞാൻ പറഞ്ഞേക്കുന്നത്. വണ്ടിയുടെ ഭാഗം പക്കയായിട്ടുണ്ട്, പെയിൻറ്റിങ്ങൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് തന്നെ പെയിൻറ്റിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.